നമസ്കാരം. ബാലതാരമായി എത്തി മലയാളികളുടെ മനസ്സ് കവർന്ന നടനാണ് ഹരിമുരളി. ഇപ്പോഴത്തെ ഹരിമുരളിയുടെ വീട്ടിൽ നിന്നും വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നടൻ ഹരിമുരളിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. പയ്യന്നൂർ അന്നൂരിലെ സ്വന്തം വസതിയിലാണ് ഹരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നാടക സിനിമാ നടൻ പയ്യന്നൂർ മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ് അദ്ദേഹം. 4-ാം വയസ്സിൽ AM നസീർ സംവിധാനം ചെയ്ത സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ഹരി ലാൽ ജോസ് ചിത്രം രചകനിലൂടെയാണ് വെള്ളിത്തിരയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അണ്ണൻ തമ്പി, മാടമ്പി, ടോൺ, പട്ടണത്തിൽ ഭൂതം, ഉലകം ചുറ്റും വാലിബൻ തുടങ്ങി 10-ലേറെ സിനിമകളിൽ ഹരി തന്റെ കഴിവ് തെളിയിച്ചു. മമ്മൂട്ടിയും ദിലീപും അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാലതാരമായി തിളങ്ങിയ ആ കുട്ടി ഇന്ന് മലയാളികളുടെ ഓർമ്മകളിൽ ആ മുഖശ്രീയാൽ മായാതെ നിൽക്കുന്നുണ്ട്. അഭിനയത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹരി ബാംഗ്ലൂരുവിൽ നിന്ന് വിഷ്വൽ എഫക്ട്സ് ആൻഡ് ആനിമേഷൻ പൂർത്തിയാക്കി കൊച്ചിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തു വരികയായിരുന്നു. VFX മേഖലയിലൂടെ സിനിമയുടെ അണിയറയിൽ സജീവമാകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിത മരണം സംഭവിച്ചിരിക്കുന്നത്. നടൻ ഗണപതിയുമായുള്ള അടുത്ത ബന്ധവും അച്ഛന്റെ സഹോദരൻ ബാബു അന്നൂർ ഉൾപ്പെടെയുള്ള കലാകുടുംബത്തിന്റെ പിൻബലവും ഹരിക്കുണ്ടായിരുന്നു. നാടക സിനിമാ നടൻ KU മുരളിയുടെയും പ്രസന്ന ദമ്പതികളുടെ മകനായ ഹരിയുടെ ഈ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറം തന്നെയാണ്. കലയുടെ ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ബാക്കിയാക്കി മടങ്ങുന്ന ഹരിമുരളിക്ക് ആദരാഞ്ജലികൾ നേർന്ന് ഒട്ടേറെ പേരാണ് എത്തുന്നത്. നിന്റെ ആ മനോഹരമായ ചിരിയും പകർന്നാടിയ വേഷങ്ങളും ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ച് ആദരാഞ്ജലികൾ നേരുന്നത്. അഭിനയ പ്രതിഭയോടൊപ്പം തന്നെ VFX രംഗത്തെ കഠിനാധ്വാനിയായ കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സംസ്കാരം പിന്നീട് നടക്കും. ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം രസികനിലൂടെയാണ് ഹരിമുരളി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ചിത്രത്തിലെ കഥാപാത്രം വലിയ ഹിറ്റായിരുന്നു. ഉള്ളിൽ നിന്ന് വരണം എന്ന പ്രശസ്തമായ ഡയലോഗിലൂടെയാണ് ഹരി പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയത്. അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, മാംഗല്യം തുടങ്ങിയ 50ഓളം സിനിമകളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഹരി വേഷമിട്ടിട്ടുണ്ട്. പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ് ഹരിമുരളി. അഭിനയത്തിന് പുറമെ സാങ്കേതിക മേഖലയിലും ഹരി തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. പഠനത്തിനായി കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഹരി പിന്നീട് നാദൃഷയുടെ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ ചെറിയൊരു വേഷത്തിൽ വീണ്ടും വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചെറുപ്രായത്തിലുള്ള ഹരിമുരളിയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമാ നാടക പ്രവർത്തകർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. വാർത്ത അറിഞ്ഞ് നിരവധി പേർ താരത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. പയ്യന്നൂരിലെ വീട്ടിലും പരിസരത്തും ഹരിയുടെ വേർപാടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. നടൻ ഗണപതിയുമായുള്ള അടുത്ത ബന്ധവും അച്ഛന്റെ സഹോദരൻ ബാബു അന്നൂർ ഉൾപ്പെടെയുള്ള കലാകുടുംബത്തിന്റെ പിൻബലവും ഹരിക്കുണ്ടായിരുന്നു. നാടക സിനിമാ നടൻ KU മുരളി, പ്രസന്ന ദമ്പതികളുടെ മകനായ ഹരിയുടെ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കലയുടെ ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ബാക്കിയാക്കി മടങ്ങിയ ഹരി മുരളിക്ക് ആദരാഞ്ജലികൾ. നിന്റെ ആ മനോഹരമായ ചിരിയും പകർന്നാടിയ വേഷങ്ങളും ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നത്. കുട്ടിക്കാലത്ത് അച്ഛന്റെ കൂടെ നാടക ക്യാമ്പുകളിൽ പങ്കെടുത്തതാണ് അഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായത്. ടെലിവിഷൻ പരമ്പരകളിലൂടെ സിനിമയിലെത്തി. AM നസീർ സംവിധാനം ചെയ്ത ദിനേശ് പള്ളത്ത് തിരക്കഥയൊരുക്കിയ പരമ്പരയിലൂടെയാണ് അരങ്ങേറ്റം. 6.5 വയസ്സുള്ളപ്പോഴാണ് രസകനിലേക്ക് വേഷം ചെയ്യുന്നത്. വിഷ്വൽ എഫക്ട്സ് ആൻഡ് ആനിമേഷനിൽ ബിരുദധാരിയാണ്. ബാംഗ്ലൂരിലായിരുന്നു പഠനം. കൊച്ചിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. സിനിമയ്ക്കായി തിരക്കഥ എഴുതാനുള്ള ശ്രമത്തിലാണെന്ന് മുമ്പും അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പയ്യന്നൂരിലെ പ്രാദേശിക സാംസ്കാരിക കൂട്ടായ്മകളിലും അദ്ദേഹം സജീവമായിരുന്നു. ഹരിമുരളിയുടെ വിയോഗത്തിൽ സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളും അനുശോചനം രേഖപ്പെടുത്തി എത്തുന്നുണ്ട്. എന്തായാലും ഉള്ളീന്ന് വരണം എന്ന് മാമൻ പറയുന്നുണ്ടല്ലോ, ഉള്ളിലേക്ക് വല്ലതും പോയോ എന്ന് ചോദിച്ചോ എന്ന ഒരു ഡയലോഗ് മതി ഹരിമുരളിയെ മലയാളികൾക്ക് തിരിച്ചറിയാൻ. ലാൽ ജോസ്, ദിലീപ് ചിത്രമായ രസികനിലെ ആ കൊച്ചു പയ്യനെ ഇന്നും ആരും മറന്നിട്ടില്ല. അതേസമയം തന്നെ ഇപ്പോൾ ഹരിമുരളിയുടെ പഴയ അഭിമുഖങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. താൻ സ്കൂൾ കാലഘട്ടത്തിൽ നേരിട്ട മെന്റൽ ട്രോമയെ കുറിച്ച് ഹരിമുരളി നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. LP സ്കൂളിൽ പഠിച്ച് UP സ്കൂളിലേക്ക് മാറുന്ന സമയത്ത് ഞാൻ കുട്ടിച്ചാത്തൻ ചെയ്യുകയാണ്. കുട്ടിച്ചാത്തൻ 100ാമത്തെ എപ്പിസോഡിൽ നിൽക്കുമ്പോഴായിരുന്നു അത്. ഞാൻ അന്ന് ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് എനിക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല. കളർ ഡ്രസ് ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അന്ന് കണ്ടിന്യൂറ്റിയുടെ ഇഷ്യൂ വരുന്നത് കാരണം മുടി മുറിക്കാനും പറ്റില്ല. നീണ്ട മുടി കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ സ്കൂളിൽ എത്തി കുറച്ച് കഴിഞ്ഞതും ക്ലാസ് നിറയെ ആളുകൾ എത്തി. അന്ന് സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്ത സമയമാണ്. എന്നും വൈകുന്നേരം 7 മണിക്ക് TV കാണുന്ന ഒരാളെ ആദ്യമായി അവർക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുകയാണ്. അന്ന് കുട്ടികൾ ചുറ്റും കൂടിയതോടെ എന്നെ സെക്യൂരിറ്റിയുടെ റൂമിൽ പൂട്ടിയിട്ടു. എന്നിട്ട് കുട്ടികൾ ഓരോരുത്തരായി വന്ന് കണ്ടുപോയി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ല. എന്നാൽ അന്ന് അങ്ങനെയല്ല. അന്ന് വലിയൊരു ട്രോമയായിരുന്നു. 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അഭിനയം നിർത്താനുള്ള ഒരു കാരണം പോലും ഇതായിരുന്നു. നമ്മളെ ഒരാളെ കളിക്കാൻ കൂടെ കൂട്ടില്ല. ചിലർ സംസാരിക്കില്ല. ആളുകൾക്ക് പേടിയായിരുന്നു. ചിലർക്ക് ഈ കുട്ടി എന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ട് മിണ്ടാൻ പാടില്ലെന്ന ചിന്തകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ ചൈൽഡിഷ് ആണ്.
കാരണം അത്രയും ആളുകൾക്ക് കിട്ടാത്ത ഒരു അംഗീകാരമായിരുന്നു എനിക്ക് അന്ന് ലഭിച്ചത്, ഹരിമുരളി പറഞ്ഞു. അതേസമയം മമ്മൂക്കയെ വെച്ചുള്ള സിനിമയാണ് തന്റെ ഡ്രീം പ്രൊജക്ട് എന്ന് അഭിമുഖത്തിൽ താരം പറഞ്ഞു. പ്രോബബിളി മമ്മൂക്ക തന്നെയായിരിക്കും. അല്ലാതെയുള്ള സിനിമകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റിന്റെ മേൽ 5 വർഷത്തോളമായി വർക്ക് ചെയ്യുകയാണ്. നടക്കുകയാണ്. മമ്മൂക്ക ചെയ്തില്ലെങ്കിൽ ആ പ്രൊജക്ട് സംഭവിക്കില്ല. അത് വേറൊരാൾ ചെയ്യുകയുമില്ല. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ആ ചിത്രം ചെയ്തിരിക്കുന്നത്. തമിഴിലേക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ആദ്യത്തെ സിനിമ മലയാളത്തിൽ ചെയ്യുക എന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ ഒരു നടനെന്ന നിലയിൽ ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അദ്ദേഹം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പട്ടണത്തിൽ ഭൂതം വരുന്ന സമയത്ത് അവാർഡ് ഫംഗ്ഷൻ പോയപ്പോൾ അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. എന്റെ അച്ഛന് നാടകത്തിന്റെ അവാർഡ് കിട്ടി. ഞാൻ അത് വാങ്ങാനായിട്ട് സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ മമ്മൂക്ക എന്നോട് നീ എന്താടാ ഇവിടെ എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് എന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ എന്റെ കൂടെ ഒരു സീൻ പോലും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. ഞാൻ ഇക്കയുടെ കാരവാനിൽ കയറിയിട്ടുണ്ട്. എന്റെ അനിയൻ 1-ലൊക്കെ പഠിക്കുന്ന സമയമാണ്. എന്റെ അനിയന് മമ്മൂക്കയെ കാണണമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് ചെല്ലുമ്പോൾ ഇക്ക കിടന്നുറങ്ങുകയാണ്. നല്ല കള്ളിയും ഉണ്ടൊക്കെ ഉടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇന്നസെന്റ് അങ്കിളിക്കയെ വിളിച്ച് എണീപ്പിച്ചിട്ട് അനിയന്റെ കൂടെ എടുത്ത ഒരു ഫോട്ടോ എന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഹരിമുരളി പറയുന്നുണ്ട്.